ഭക്തിതാ ജഗദംബേ പ്രേമം താ ജഗദംബേ. പ്രേമസ്വരൂപികളും ആത്മസ്വരൂപികളായിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഒരു ഉത്തമ ഗ്രന്ഥത്തിന് 3 ധർമ്മങ്ങളുണ്ട്. ഒന്ന് ജനങ്ങളിൽ ധർമ്മബോധവും മൂല്യങ്ങളും വളർത്തുക എന്നതാണ്. 2 ജനങ്ങൾക്ക് ഈശ്വരഭക്തിയും ആധ്യാത്മജ്ഞാനവും പകരുന്നതാണ്. 3 മനുഷ്യഹൃദയങ്ങളെ ആർദ്രമാക്കി അവരിൽ നല്ല പരിവർത്തനം സൃഷ്ടിക്കുക എന്നതാണ്. ഈ 3 ഗുണങ്ങളും ഒത്തുചേർന്ന ഉത്തമ കൃതിയാണ് രാമായണം. ചുട്ടുകൊള്ളുന്ന വേലിൽ കുളിർമഴ പെയ്യുന്നത് പോലെ, മരുഭൂമിയിൽ ഒരു വസന്തം വിരിയുന്ന പോലാണ് മഹാപുരുഷന്മാരുടെ അവതാരം. ധർമ്മതത്വങ്ങൾ പുസ്തകങ്ങളിൽ മാത്രം ഇരിക്കുമ്പോൾ അത് ജനങ്ങളിൽ അത്ര കണ്ട് പരിവർത്തനം സൃഷ്ടിക്കാറില്ല. എന്നാൽ ഒരു മഹാത്മാവ് സ്വന്തം ജീവിതത്തിലൂടെ ജീവിച്ച് കാണിക്കുമ്പോൾ അത് സമൂഹത്തിലാകെ വലിയ ചലനം സൃഷ്ടിക്കും. ആ ചരിതം തലമുറകളിൽ തലമുറയിലേക്ക് വരുന്നു, മനുഷ്യ സംസ്കാരത്തെ ഉദ്ധരിക്കുന്നു. അത്ര ഒരു ചരിതമാണ് രാമൻ്റേത്. രാമായണം പോലുള്ള ഒരു മഹത് ഗ്രന്ഥം നിഷ്ഠയോടെ വായിച്ചാൽ അതുകൊണ്ടുള്ള പ്രയോജനം പലതാണ്. ഒന്നാമതായി നമ്മൾ ഭക്തിയും ഈശ്വര പ്രേമവും വളരും. പക്ഷേ ഇപ്പോൾ ഒരു അച്ഛനമ്മമാർ വായിച്ചുകൊണ്ട് അപ്പൂപ്പന്മാർ വായിച്ചുകൊണ്ട് മക്കൾ വായിക്കുന്നു, ഒരു ആചാരം പോലെ മാത്രം പോകുന്നതായിട്ട് പലയിടത്തും കാണുന്നത്. അത് മനസ്സിലാക്കി വായിച്ചില്ലെങ്കിൽ, അതനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ നമുക്ക് ഈ ഗുണങ്ങളെ ജീവിതത്തിൽ പകർത്താൻ പറ്റില്ല. പല വീടുകളിലും രാമായണവും ഭാഗവതവും ഒക്കെ വായിക്കുന്ന കേൾക്കാം. പണ്ടൊക്കെ കേൾക്കാൻ ധാരാളം പേര് വരും. അന്നദാനം ചെയ്യും, ജ്ഞാനദാനം ഒരേപോലെ നടക്കും. പിന്നെ സാധുവിനെ നമ്മൾ കൊണ്ടുവന്ന് കുളിപ്പിച്ച് വസ്ത്രവും ഭക്ഷണവും ദക്ഷിണയും നമസ്കരിക്കുകയും ചെയ്യും യാചകനെ. അപ്പം നല്ലനാണ് നാരായണനെ കാണാൻ പറയുന്നത്. സൃഷ്ടിയിൽ സൃഷ്ടാവിനെ കാണാനുള്ള തത്വമാണ് സനാതനപത്തി പറയുന്നത്. സൂര്യന് മെഴുതിയുടെ ആവശ്യമില്ല. ഈശ്വരൻ നമ്മുടെ ഒന്നും വേണ്ട. മറ്റുള്ളവരെ ഈശ്വരനായി കണ്ട് സ്നേഹിക്കുക, സേവിക്കുക, ക്ഷമിക്കുക, മറക്കുക, പൊറുക്കുക, കാരുണ്യം, ഇങ്ങനെയൊക്കെയുള്ള ഗുണങ്ങൾ വളർത്തുക എന്നുള്ളൊരു തത്വമാണ്. ഇപ്പോൾ നമ്മുടെ ആശ്രമത്തിലെ മക്കൾ തന്നെ നമ്മോട് ചോദിച്ചാൽ എന്തായാലും എല്ലാം സഹിക്കാം, ആ സീതയെ കൊണ്ട് കാട്ടിവിട്ടാണ് സഹിക്കാൻ വയ്യാത്തത്, അതും കള്ളം പറഞ്ഞുകൊണ്ട് എന്ന് ഉപേക്ഷിച്ചു, ഇതാണ് സഹിക്കുക, അത് രാമൻ ചെയ്യുന്ന അനീതിയല്ലേ എന്ന് പല മക്കളും ചോദിക്കാറുണ്ട്. അപ്പോൾ സത്യത്തിൽ രാമൻ്റെ നിഴല് പോലാണ് സീത. അപ്പോൾ തന്നെ നിഴലിന് തിരിക്കാൻ പറ്റിയില്ല. പ്രേമത്തിൽ അന്ധയാണ് സീത. അവിടെ പറഞ്ഞു കൊടുത്താലൊന്നും സീത മാറാൻ പോകുന്നില്ല. അങ്ങനെയുള്ള സീതയെ കാട് കാണിക്കാൻ പറഞ്ഞുകൊണ്ട് കൊണ്ടുപോകാനൊക്കെ ഉള്ളൂ, രാമനെന്ന് പിരിക്കാൻ പറ്റുള്ളൂ. പക്ഷേ കൊണ്ടുപോയിട്ട് ഗുരുകുലത്തിലാണ് താമസിപ്പിച്ചത്. നമ്മുടെ കുടുംബങ്ങളിൽ പരമ്പരയായിട്ടുള്ള കുടുംബങ്ങളിൽ 7-ാം മാസത്തിൽ വിളിച്ചുകൊണ്ട് വീടുകളിൽ പോകും പല ഗർഭിണിയാകുമ്പം. ഈ ഗർഭിണിയാകുന്ന സമയത്ത് ആ കുഞ്ഞ് ഈശ്വരീയ കഥകൾ കേട്ട് നീങ്ങണമെന്നാണ്. അപ്പം അതുകൊണ്ട് നമുക്കിങ്ങനെയും ഉൾക്കൊള്ളാം. അങ്ങനെ വിട്ടെന്ന് പറയാം. ഇപ്പോൾ അതിന് പകരം എന്താ, ഒരു ഗർഭിണി വീട്ടിലുണ്ടെങ്കിൽ ഒരു കൊച്ചുകുട്ടിയുടെ ഫോട്ടോ, ചിരിക്കുന്ന ഫോട്ടോയൊക്കെ വയ്ക്കും. അങ്ങനെ സന്തോഷിച്ച് ഗർഭിണിയാകുമ്പോൾ ഇരിക്കുമ്പോൾ കുഞ്ഞും അതുപോലെ തന്നെ ഉന്മേഷവതിയായി മാറും, ബുദ്ധിമാനായി മാറും, ബുദ്ധിമതിയായി മാറും എന്നൊക്കെയാണ് ഇന്നത്തേത്. അന്നിങ്ങനെയാണ്. പ്രഹ്ലാദൻ്റെ അഭിമന്യുൻ്റെയും കഥയൊക്കെ കേൾക്കുമ്പം വയറ്റിൽ കിടന്നാണ് സത്സംഗം കേൾക്കുന്ന സമയത്ത് അമ്മ ഉറങ്ങുന്നു, പക്ഷേ മൂളുന്നുണ്ട്. ആരാ വയറ്റിൽ കിടക്കുക വെച്ചാൽ മുളി എന്ന് പറയുന്ന കഥ. വയറ്റിൽ കിടക്കുന്ന കുഞ്ഞാണ് മുളി എന്ന് പറഞ്ഞ കഥ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. ആ ഈശ്വരീയ സത്സംഗങ്ങളും നാമങ്ങളും കേട്ടാണ് സീത കുട്ടികളെ പ്രസവിച്ചതും ആ കുഞ്ഞുങ്ങളെ ലവകുശന്മാരെന്ന് പേരിട്ടതും
അവരാണ് ഈശ്വരീയ നാമങ്ങൾ പാടിപ്പാടി ഇവിടെ നടന്നതും. പിന്നെ ആ യജ്ഞ സമയത്ത് കുതിര അയക്കുമല്ലോ, അവരെ പിടിച്ച് കെട്ടിയിട്ട്, അപ്പോൾ ഇത് കെട്ടിയിട്ട് അതിലും ധീരന്മാരെ പറ്റത്തുള്ളൂ. അങ്ങനെ യജ്ഞം വിജയിക്കാനും സാധ്യത വന്നു, തിരിച്ചൊന്നിച്ച് കൂടാനും സാധ്യത വന്നു. ഈ കഥ സത്യമാകണോ സത്യമായില്ലയോ എന്ന് അറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു തത്വമായിട്ട് എടുക്കുക, അല്ല മറ്റേ എടുത്തുകൊണ്ട് കുറ്റപ്പെടുത്തുക അങ്ങനെയല്ല വേണ്ടത്. മനസ്സാണ് സീതയുടെ തത്വങ്ങളുടെ പ്രതീകം. മായാമാൻ ആഗ്രഹിച്ചത് കാരണം ആഗ്രഹം വന്നപ്പോൾ രാമൻ ഈശ്വരൻ മനസ്സിൽ നകന്നു. ഈശ്വരൻ വിട്ടുപോയതിന് ശേഷം പിന്നെ ഭ്രാന്ത പോലായി, വ്യക്തിയല്ല അവിടെ, ഭ്രാന്തനായി. പിന്നെ നല്ല ചിന്തിക്കുന്നതിനോടും ചീത്ത ലക്ഷ്മണനോടും നീ ഇങ്ങനെയൊക്കെ കൊണ്ടുപോകണം ലക്ഷ്മണനെ ഓടിച്ചു. അപ്പം ചിട്ടയും പോയി, ഈശ്വരനും പോയി. പിന്നെ ഇന്ദ്രിയങ്ങൾക്ക് മനസ്സടിമയായി. രാവണൻ ഇന്ദ്രിയങ്ങളാണല്ലോ, അടിമയായി. ചിട്ട വിട്ടപ്പം ഇന്ദ്രിയങ്ങൾ മനസ്സടിമയായി. അങ്ങനെ ഇന്ദ്രിയങ്ങളുടെ പുറകെ പോവുകയാണ് മനസ്സ്. എങ്ങനെയാണ് മനസ്സ് പോകുന്നത്? ഇപ്പോൾ ഒരു സിനിമ കാണാൻ പോകാത്തൊരാളാണ്, ഞാനൊരു സിനിമ കണ്ട്, നല്ല സിനിമയാടാ, എനിക്ക് അത്യാവശ്യം കാണണം, ഞാൻ വരുന്നില്ല, അല്ല കാണണം അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരുന്നു. അവസാനം പോയി സിനിമ കണ്ടു. പിന്നെ അടുത്ത് കാണാൻ കൊതി വന്നു. അതുപോലെ സിഗരറ്റ് ഇടാ, ഇത് വലിച്ചൊന്ന് നോക്കും, ഒരു പ്രാവശ്യം വലിച്ച് നോക്ക്, വേണ്ട ഞാൻ വലിക്കത്തില്ല ഒരിച്ചിരി. പിന്നെ ആരാ വലിക്കാൻ പറഞ്ഞു, പിന്നെ അങ്ങ് സിഗരറ്റ് വലിക്കുന്നവനായി തീർന്നു. അങ്ങനെയാണ് ശീലം. പിന്നെ ശീലം സ്വഭാവം നമ്മളെ വിഴുങ്ങുകയാണ്. സ്വഭാവമാണ് നമ്മളെപ്പോൾ തിന്നുന്നത്. അപ്പം മനസ്സാണ് നമ്മളെ ഭരിക്കുന്നത് എന്നുള്ളൊരു തത്വമാണ്. അപ്പോൾ ആ സ്വഭാവത്തിന് അടിമയായി നമ്മൾ മനസ്സിനടിമയായിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ തിരിച്ചുകൊണ്ടിരുന്ന പ്രക്രിയയാണ് കാണിച്ചിരിക്കുന്നത്. രണ്ടാമതായി, ജീവിതത്തിൽ നമുക്ക് അത്യാവശ്യമായ ധാർമ്മിക മൂല്യങ്ങളും ഗുണങ്ങളും ഉൾക്കൊള്ളാൻ രാമായണം സഹായിക്കും. ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും സേവനത്തിൻ്റെയും ഒക്കെ പാതയിൽ സഞ്ചരിച്ച രാമായണ കഥാപാത്രങ്ങൾ അത്തരം ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിലും പകർത്താൻ സഹായമാകും. ദുഃഖ
അനുഭൂതികളുടെ മധുര സ്മൃതിയാൽ അകതാം തിങ്ങിയോരമൃത അനുഭൂതികളുടെ മധുര സ്മൃതിയാൽ അകതാം തിങ്ങിയോരമൃത അനുഭൂതികളുടെ മധുര സ്മൃതിയാൽ അകതാം തിങ്ങിയോരമൃത ദുഃഖബാഷ്പമോ ആനന്ദബാഷ്പമോ തീരോ സ്നേഹരസമോ തീരോ സ്നേഹരസമോ തീരോ സ്നേഹരസമോ കര കാണാത്തൊരു കരുണ അലയിളകും നൻപിൻ പെരുമാ നിലയറിയാത്ത നേതാന്ത നിയോഗം നിലയറിയാത്ത നേതാന്ത നിയോഗം അറിയുകയൻ ഗുരുവേ. Amma says, where there is love, there is no burden. Love makes everything easy and enjoyable. When we read a beautifully written book or a beautifully written poem, we sometimes feel that this author, this writer has touched the highest state of consciousness. It just really touches our heart. Why? Because in reality he has touched those moments. In those moments he had heightened consciousness, but the next moment he comes down, he falls back due to the gravitation of his desires, his emotions, his tendencies, his habits. So love makes everything easy and enjoyable. Love is the bridge that connects earth and heaven. Love is the bridge that connects man and nature. Love is the bridge that enables man to attain God.
And when your heart is lighted with love, two more flowerings happen within you. Two more flowerings. The flowering of self-surrender and forgiveness. As most of you are aware, Amma has some favorite points which she repeats regularly. And love is most important among them. And when Amma repeats and reiterates these points, at least some of us might have felt that she is overdoing it, right? Some people even asked me, why is Amma restating the same things over and over again? Our thinking is, isn't it enough to say those points once, maybe twice, maximum thrice? Such a simple point. I already knew it. I got it. I got it. I got it. Amma, please teach me the next step. Haven't many of you felt like this? And what do we do at that time? We either sit with our heads hung down or go into deep meditation. And what message are we giving when we behave like this? I know all this. That indeed is the problem. The attitude. I am, I know, I am knowledgeable. It is true that when we hear some of these points, we feel, oh yes, I know it. But have you ever tried to go beneath the surface of the words? Have you ever meditated on the principle behind them? Have you ever translated its essence into action? When you say, I know, where is it? Is it in the head or in the heart? The thing is, Amma will stop repeating the points the moment we start taking a deeper look into these spiritual truths. Until then, she will repeat them. Whether you get bored or not, Amma doesn't care. They have to be repeated, because unless they are hammered into us, we will fall back into our habitual misapprehensions and mistakes. The thing is, until meeting Amma, what was love for us? Until meeting Amma, love was just an occupation of the body, mind and emotions. It was only a give and take policy. Perhaps take more and give less. But now Amma tells us that there is only giving in love. She says that love is all embracing, that it is our nature, the very essence of our existence. In a similar manner, she is clarifying for us that our perception of life, happiness, work, relationship, our concept about the purpose of human birth and our dharma are all wrong. And we have journeyed so far. And now Amma is trying to reverse. All of Amma's efforts are to reverse our thinking. It's a total revamp and major construction. So it has to be repeated. Each one of us has our own idea about love, but love is not an idea, because an idea can always change. You can replace one idea with another one. Also, an idea is born out of a certain thought process. If love is the result of a thought process, the beauty and novelty of that love will not last long. And that's the reason why almost all love affairs are so memorable, intoxicating and beautiful only in the beginning. At that initial stage of love, there is a certain degree of self-forgetfulness. The initial stage. A certain degree of self-forgetfulness. The gap between I and you and the interference of the ego are minimal at that point. Hence, it becomes a sort of meditation, and that's why it is known as honeymoon, because it is like the full moon. It's very sweet. And at that point, the initial stage, it becomes a sort of meditation. You don't want to go out, you don't want to go to the office, you don't want to be with your friends, you don't want to hang out with them. You want to be with your beloved. A sort of meditation, because you identify more with love and less with your ego.
Gradually, the gap widens. I and you become predominant, and our accord with love weakens. This is the general scenario with most love affairs, relationships, and marital life. The beginning is always sweet. As it moves towards the middle, disharmony and discord begin, and the end is chaos, confusion, hurt feelings, pain. Love is neither an idea of the mind nor is it an act performed by the organs of action. Love is our being, which spontaneously manifests through our doings. Being and doing, they are one. Without being, there is no doing. And your being is love. And without love, your actions are mechanical. It has to be mechanical. It is bound to be mechanical. Love is an intense longing of the soul, a blazing fire that consumes everything else. Hence, love is beyond the grasp of our mind, intellect, and emotions.